കളരിപ്പയറ്റിൽ പലതരത്തിലുള്ള വിദ്യകളുണ്ട്. അത് രഹസ്യമായതുമുണ്ട്, പരസ്യമായതുമുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് രഹസ്യമായൊരു വിദ്യയെക്കുറിച്ചാണ്. എന്ന് വെച്ചാൽ നമ്മൾ ചിലത് എഴുതി വയ്ക്കാറുണ്ട്, ചിലത് എഴുതി വയ്ക്കാറില്ല. ഗുരുക്കന്മാർ മനസ്സിൽ സൂക്ഷിക്കുന്നു. ഏറ്റവും വലിയ അഭ്യാസം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? അടി ഒഴിവാക്കുക എന്നുള്ളതാണ്. ക്ലിയറായിട്ട് പിടിയിട്ടില്ലേ? ഒരു പ്രശ്നം ഒഴിവാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ള വിദ്യകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മളൊരു യാത്ര തിരിക്കാമെന്ന് കൂട്ടിക്കട്ടെ. അപ്പോൾ ആ യാത്ര തിരിക്കുമ്പോൾ ഈ യാത്രയിൽ നമ്മൾ പോകുന്ന സമയത്ത് പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ടാകും. എന്ത് തടസ്സങ്ങൾ ഉണ്ടായാലും ആ തടസ്സങ്ങളെല്ലാം എന്ത് ചെയ്യണം? നമ്മൾ തൃണവത്ഗണിച്ചുകൊണ്ട് അങ്ങോട്ട് പോകണം. ഈ തടസ്സം യാത്രയിൽ ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെയുള്ള കുറച്ച് വിദ്യകളെയാണ് നമ്മൾ ഈ ശമമെന്നും ദമമെന്നും ഒക്കെ പറയണത്. അപ്പോൾ ശമവിദ്യ ദമവിദ്യ എന്താണെന്ന് ശരിയായി മനസ്സിലാക്കലാണ് ഇന്നത്തെ വെടിയിലോട്ട്. നേരെ വെടിയിലേക്ക് പോകും. കളരിപ്പയറ്റിലെ ചില വിദ്യകളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശമം ദമം. ഞാൻ പറഞ്ഞല്ലോ, ശമം എന്ന് പറഞ്ഞാൽ ഈ പഠിക്കാൻ വരുന്നവരുടെ മനസ്സിൽ പല സംശയങ്ങളുണ്ടാവും. ചിലരെ കുട്ടിക്കാലത്ത് രക്ഷകർത്താക്കൾ കൊണ്ട് ചേർത്തായിരിക്കും, അതവിടെ പ്രശ്നം വരില്ല. ചിലർ കുറച്ചേറെ വീഡിയോകളോ കുറച്ച് പേരുടെ കൂടെ പഠിച്ചിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അവർക്ക് പല ചോദ്യങ്ങളായിരിക്കും. ഇങ്ങനൊരു അടി വന്നാൽ എന്ത് ചെയ്യും, ഇങ്ങനൊരു ഇടി വന്നാൽ എന്ത് ചെയ്യും, ഇങ്ങനൊരു കിക്ക് വന്നാൽ എന്ത് ചെയ്യും എന്നൊക്കെ അവർ ചോദിച്ചാൽ. അപ്പോൾ അതിനെ നമ്മൾ ആദ്യം ചെയ്യണത് ഒന്ന് ശമിപ്പിക്കുക. മോനെ നിൽക്ക്, പറഞ്ഞുതരാം. അതാണ് ശമം. പിന്നെ ഇവൻ്റെ അഹങ്കാരം വെച്ച് ചിലപ്പോൾ അറ്റാക്ക് ചെയ്യാൻ വഴിയുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ദമം എന്ന് പറയുന്ന ഇതാണ്. നമ്മൾ ഈ സാമം ദാനം ഭേദം ദണ്ഡം എന്ന് പറയില്ലേ, മര്യാദയ്ക്ക് പറഞ്ഞു നോക്കി, മോനെ ഇതൊന്നും വേണ്ട വിട്ടുകള എന്ന് പറയുന്ന രണ്ടാമത്തെ ഭാഗം ദാനം. പിന്നെ ഭേദം, ശരിയല്ല കേട്ടോടാ എന്ന് പറയുന്നൊരവസ്ഥ. പിന്നെ ദണ്ഡമാണ്, പിന്നെ നോക്കേണ്ട കാര്യമില്ലല്ലോ, ഫിനിഷ്ഡം. ഇതാണ് ഇതിൻ്റെ രീതികൾ. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ പോലെ ശമിപ്പിക്കുക, അവനെ മര്യാദയ്ക്ക് ഒന്ന് കൂളാക്കുക എന്ന് വിചാരിക്കുക. പിന്നെയുള്ള ദമം, സമ്മതിക്കുകയില്ല, ചെയ്തേ പറ്റൂ. ഇത് ആണ് ഇതിൽ കാണിച്ചത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ വരുന്നത്. അപ്പം നമ്മൾ കൂളായിട്ട് ഒരിടത്ത് നിൽക്കുമ്പോൾ ഇതെങ്ങനെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചിരിക്കണം. നമ്മുടെ നോട്ടം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പം ചിലത് ഈ വീഡിയോ കാണുമ്പോൾ ചോദിക്കാറുണ്ട്, ഇതൊക്കെ നടക്കുമോടെ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ നടക്കുമോടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചോദിക്കുന്ന ചോദ്യത്തിനകത്ത് ആൻസർ എന്ന് സ്കൂളിൽ പഠിച്ചിട്ടില്ലേ, അതൊന്ന് ഓർത്തോണം. നിൻ്റെ പേരെന്താ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെന്താ പറയുക? എൻ്റെ പേരെന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത്. വാട്ട് ഈസ് യുവർ നെയിം? മൈ നെയിം ഈസ് എന്നാണ് തുടങ്ങുന്നത്. അതായത് ചോദ്യത്തിനകത്ത് ഉത്തരവുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് നടക്കുവോടെ എന്ന് വെച്ചാൽ അതിനകത്ത് ആൻസർ ഉണ്ട്. നടക്കുവോടാ എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? ആദ്യം എഴുന്നേക്കണം, എന്നിട്ട് നടക്കാൻ പറ്റുള്ളൂ. കറക്റ്റ് അല്ലേ? പിന്നെ എല്ലാം എഴുന്നേറ്റ് നടക്കുക. അപ്പോൾ അത് ടു ആക്ട്, ACT ആക്ട് എന്ന് പറയും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആ ആക്ടിലേക്ക് നമ്മൾ വരണമെങ്കിൽ എന്ത് ചെയ്യണം? അസോസിയേഷൻ ബിറ്റ്വീൻ കോൺസെൻട്രേഷൻ ആൻഡ് ടൈമിങ്. അതാണ് ആക്ട് എന്ന് പറയുന്നത്. ACT എന്നുള്ളതിൻ്റെ ഫുൾ ഫോം അതാണ്. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് ഇത് കൃത്യമായിട്ട് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നടക്കോടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എഴുന്നേക്കോടെ എന്ന് ഞാൻ ചോദിക്കും, എന്നിട്ട് നടക്കാൻ ശീലിക്കുക. അപ്പോൾ നടക്കുക വെച്ചാൽ പ്രാക്ടീസ് ഇല്ലാതെ ഇതൊന്നും നടക്കില്ല. വീഡിയോ കണ്ട് ആരെങ്കിലും നായകനായ സിനിമയിൽ അഭിനയിച്ച് ചരിത്രമുണ്ടോ? ഇല്ല. നമ്മൾ സിനിമ കാണുമ്പോൾ നമ്മൾ ഇതെല്ലാം നടക്കുമെന്ന് നടക്കില്ല. നടക്കണം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആക്ട് ചെയ്യണം. സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവണം. ഒരുപാട് കാര്യങ്ങൾ കൂടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടിട്ട് മനസ്സിലാക്കുക. ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതാ നോക്കും. നമ്മളെ വെറുതെ ഇങ്ങനെ നടന്നു പോകില്ലേ? ഈ നടന്നു പോകുന്ന സമയത്ത് ഇവിടെ ഒരാൾ നിൽപ്പുണ്ടെന്ന് ഇങ്ങനെ നോക്കുകയല്ല വേണ്ടത്. നമ്മൾ നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ നമുക്ക് ആളുണ്ടാ. ഇത് മനസ്സിലായോ? അപ്പോൾ അവിടെ ഒരു ചലനം ഉണ്ടായാൽ കണ്ടോ, കൈ അനക്കയുണ്ടോ? ആ ചലനം നമ്മുടെ ശ്രദ്ധയിൽ വരണം. അതാണ് കോൺസെൻട്രേഷൻ ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധയിൽ വരണം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അയാളെ കാണാൻ കഴിയില്ല. വ്യക്തമായി മനസ്സിലായി? പിന്നെ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇങ്ങോട്ട് മാറണം, അപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഇതിനെയാണ് ദിശ അല്ലെങ്കിൽ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മാർഷൽ ആർട്ടിസ്റ്റ് നടക്കുമ്പോൾ ആ ഒരു ശ്രദ്ധയാണ് വേണ്ടത്. നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ച, ഇങ്ങനെയുള്ള കാഴ്ച ഉണ്ടാവണം. ഓക്കെ. അപ്പോൾ ഈ പോകുന്ന സമയത്ത് ഇവിടുന്ന് ഒരു ആക്ഷൻ ഉണ്ടായാൽ നമ്മൾ കാണണം. കണ്ടോ? കൃത്യമായിട്ട് അങ്ങോട്ട് നോക്കാതെ കാണാൻ കഴിയണം. ഇതിനെയാണ് നമ്മൾ ശമം എന്ന് പറയുന്നത്. ഒരു വിദ്യയിൽ ചിലപ്പോൾ ചോദിക്കുകയാണ്, ഒന്ന് ശമിപ്പിക്കാമോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ശമിപ്പിക്കാം. ഇനിയും ഇവൻ സമ്മതിക്കുന്നില്ല എന്ന് കൂട്ടിക്കുക, ശമിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല. ഇവൻ കുഴപ്പമുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാനൊരു മാർഗമുണ്ട്. സിമ്പിളായിട്ട് ഇങ്ങനെ പോയി. അപ്പോൾ ആൾ നിൽക്കുന്നുണ്ട്, അടുത്ത കൈക്കോ കാലിനോ അടി വരില്ല. ഇതാണ് ശമം. ഇനി ദമം എന്ന് പറഞ്ഞാൽ ഇത് ചിലപ്പോൾ നിൽക്കില്ല. അവൻ വീണ്ടും കയറി പറ്റുകയറാത്ത വിധം അടിച്ച് എവിടെ പിടിച്ചിട്ടുണ്ട? ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ എന്തായി? ക്രോസായി. ഇനി ഇവനെ കാലുകൊണ്ട് ചേരിക്കാൻ എന്ത് ചെയ്യുന്നു? ഈ കൈ മെല്ലെ ക്ലോസിൽ വന്നേ, ഈ കൈ മെല്ലെ ഇങ്ങനെ വന്നിട്ട് നമ്മൾ പിടിക്കണം. ഈ പിടിക്കുമ്പോൾ ഈ കൈ കണ്ടോ, ഇവിടെ നമുക്കൊരു അറ്റാക്ക് ചെയ്യാം. നേരെ തിരിച്ചിങ്ങോട്ട് പിടിക്കാം.
അപ്പോൾ ഈ പുറത്തെ ഡയറക്ഷൻ നിങ്ങൾ നോക്കിക്കണ്ടോ, പിടിച്ചിരിക്കുന്നത് വ്യക്തമായി പിടി കിട്ടിയോ? അപ്പോൾ ഒന്നുകൂടെ നോക്കുക, ആൾക്ക് ഇപ്പോൾ അനങ്ങാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ അഴിച്ചു വിടണം ഇങ്ങനെ ഉണ്ടോ. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, നമ്മൾ നടന്നു വരുന്നു, അടി വരും നമ്മൾ പിടിച്ച് മുന്നോട്ട് ഉണ്ടോ. ഓക്കെ, ക്ലിയർ. അടുത്ത അടി വന്നു, നമ്മൾ മെല്ലെ കയ്യിലോട്ട് കയറ്റി ഇവിടുന്ന് തിരിച്ച് പിടിച്ചു. പിന്നെ ഇവന് ചെയ്യാനുള്ള സാധ്യതയില്ല. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ വന്നു. ഇനി കാലിന് ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ പേടിക്കുക വേണ്ട, കാല് നേരെ വീട്ടിൽ ഒറ്റയായി ആടുന്നായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യകളെയാണ് നമ്മൾ ശമം ദമം എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടുന്ന് ആൾ പോകുമ്പോഴും നമ്മുടെ ശ്രദ്ധയിൽ ആളുണ്ടാവണം. അത് തമാശക്കാണെങ്കിൽ പോലും സീരിയസ് ആണെങ്കിൽ പോലും നിങ്ങൾ നടക്കുമ്പോൾ ഈ ശ്രദ്ധ ഉണ്ടാക്കുക എന്നുള്ളതാണ് കളരിപ്പയറ്റിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിദ്യയാണ് നമ്മൾ ശമം ദമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത വീഡിയോ.